അസ്സലാമലൈക്കും എല്ലാവർക്കും KTS ഫാമിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ അങ്ങനെ 2K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അതെ ഗായ്സ്, 2019 ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും 19 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. നൗ വി ആർ എ 2K ഫാമിലി. അതെ ഗായ്സ്, അപ്പോൾ ഈ 2K പ്രമാണിച്ച് നമ്മളൊരു മികച്ച ഒരു ലോങ് ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യാത്ര വീഡിയോ ആണല്ലോ അധികം ചെയ്യുക, അതാണ് നമ്മളെ മെയിൻ തീമും. അപ്പോൾ അടുത്തൊരു മികച്ചൊരു യാത്ര വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ വീഡിയോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും സ്നേഹം തന്നെയാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായി ഞാൻ കാണുന്നത്. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷത്തോടെയാണ് ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതും. അത് ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷത്തോടെയാണ് ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് യാത്ര വീഡിയോ മുംബൈയിലേക്കാണ്. അതെ ഗൈസ്, നമ്മളിന്നൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. കേരളത്തിൽ നേരെ മുംബൈയിലേക്ക് ഏകദേശം 1300 കിലോമീറ്റർ പോവുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ട് നോക്കിയാൽ 2600 കിലോമീറ്ററോളം മാക്സിമം അപ്പ് ആൻഡ് ഡൗൺ നോക്കിയാൽ. അപ്പോൾ നമ്മൾ മുംബൈ നിന്ന് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നാസിക്കിലാണ്. അവിടെ ഒരു പേഴ്സണൽ കാര്യത്തിലാണ് പോകുന്നത്. പക്ഷേ ഒരു യാത്ര വീഡിയോമായി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ബെല്ലൈക്കൺ അമർത്തുക. സോ ഗൈസ്, നമുക്ക് അധികം വേഗം നേരം വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിനി നീണ്ട 26 മണിക്കൂറോളം ഈ വാഹനത്തിൽ ഇരുന്നിട്ടാണ് നമ്മളിനി മുംബൈ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നത്. നമ്മൾ വണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ട്രെയിൻ ടിക്കറ്റോ അതുപോലെ തന്നെ ഫ്ലൈറ്റോ ഒന്നും ഈ കറൻറ്റ് സിറ്റുവേഷൻ കിട്ടാത്തതിനാലാണ് നമ്മളിപ്പോൾ വാഹനം തിരഞ്ഞെടുത്തത്. കാരണം ഫ്ലൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ കാറാണ് ബെറ്റർ. കാരണം ഫ്ലൈറ്റിന് നല്ല ഒരു ഫെയറാണ് പെർ പേഴ്സണിന്. അതേപോലെ തന്നെ ഇനി ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫെയർ കൂടുതലാണ്. അപ്പോഴാണ് നമുക്ക് കാർ ഒരു അഫോർഡബിൾ റേറ്റ് വെച്ചിട്ട് നമ്മൾ കാറ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ കാറിലുള്ള ഒരു യാത്ര ഏകദേശം 26 മണിക്കൂറോളമാണ്. 1300 കിലോമീറ്ററാണ് ഏകദേശം നമുക്കുള്ള ജേണി വരുന്നത്. അപ്പോൾ നീണ്ട 26 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ കാണുന്നത്. പക്ഷേ ടൈം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ടൈം ഏത് നേരത്തും മാറാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു പമ്പ് കയറി ഫ്യൂൽ അടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 26 ചിലപ്പോൾ 28 ആകാം, കൂടി വരാം. പക്ഷേ കിലോമീറ്റർ സെയിം ആണ്. 1300 കിലോമീറ്ററോളാണ് യാത്ര വരുന്നത്. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 26 ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണുന്നത്. വിച്ച് മീൻസ് നോൺ സ്റ്റോപ്പ് ജേണി ആകുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നാടികാണി ചുരം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നാടികാണി ചുരം വഴി മസനഗുഡി കാട് വഴി മൈസൂർ ഫോറസ്റ്റിൽ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ കർണാടകയിലേക്ക് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ മഹാരാഷ്ട്ര നാസിക് എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ മസനഗുഡിയിലുള്ള നമ്മളുടെ കാട്ടിലുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഇരുട്ടായതിനാൽ പിന്നെ മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള മൃഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അങ്ങനെ മസനഗുഡി കാട്ടിലേക്ക് കഴിഞ്ഞ് നമ്മളിപ്പോൾ മൈസൂർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ യാത്ര തുടരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഇങ്ങനൊരു ലോങ് യാത്ര തുടരുന്നത്. ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും അപ്പോഴൂടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവുന്ന പ്രതീക്ഷത്തോടെയാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ 2K പ്രമാണിച്ച് ഈ വീഡിയോ ഇറക്കുന്നത്. പിന്നെ അതേ ഗൈസ്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാണ്ടായിരുന്നു. ഇന്നേ വരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയണമെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഓരോ വീഡിയോ നിങ്ങളടുത്തേക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വീഡിയോ നിങ്ങളടുത്തേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ മൈസൂർ കാട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ മൈസൂർ ബോർഡറാണ് കേട്ടോ. നമ്മുടെ മസനഗുഡി കാട് വഴിയുള്ള മൈസൂരിലേക്കുള്ള ബോർഡറാണിത്. നമ്മൾ കറക്റ്റ് 9 മണിയാകുമ്പോഴാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു നീണ്ട 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് നാടികാണി ചുരം വഴി മൈസൂർ വഴി മസനഗുഡി കാട് വഴി മൈസൂർ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കുണ്ടൽപേട്ട എന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ യാത്ര തുടരുന്നത്. കാരണം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് യാത്ര തുടരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടൈം വൈകി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തോളൂ.
അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ മൈസൂർ കാട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി ഗുന്തൽപേട്ട എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഗുന്തൽപേട്ട ടൗൺ എത്തും. അവിടുന്ന് ഏകദേശം നാഷണൽ ഹൈവേ 44 പിടിക്കാൻ നമ്മുടെ പ്ലാൻ. അവിടുന്ന് 750 കിലോമീറ്റർ സ്ട്രെയിറ്റ് ടു മുംബൈ കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ഗുന്തൽപേട്ട എത്തിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട ടൗൺ എത്തി കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നീണ്ടൊരു 4-5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു സ്പോട്ട് നിർത്തി ഫുഡ് കഴിച്ച് അങ്ങനെ നമ്മൾ യാത്ര ഇനി തുടരാനുള്ള പരിപാടിക്കാണ്. നമ്മൾ കഴിച്ച ഫുഡ് എന്ന് വെച്ചാൽ കാടയും ബിരിയാണി റൈസുമാണ്. ഈ ടൈമിൽ ഗുണ്ടൽപേട്ടയിലൊക്കെ ഇങ്ങനത്തെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ യാത്ര തുടങ്ങിയ ശേഷം എനിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനി ഒരു കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഗായ്സ് അങ്ങനെ നീണ്ട 1.5 മണിക്കൂറുള്ളൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നേർക്കായൊന്നൊരു ഉറക്കം കിട്ടുന്നില്ല. കാരണം വണ്ടിയുള്ള യാത്ര ആയതിനാൽ ഒരു കംഫർട്ടബിൾ സ്ലീപ്പല്ല. കാരണം വണ്ടിയുള്ള ഷേക്കും കാര്യമൊന്നും നേർക്കൊന്നും ഉറങ്ങാനും പോലും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ യാത്ര എന്ന് വെച്ചാൽ വാഹനത്തിലായതിനാൽ അതിനുള്ള സ്ട്രഗിൾസ് കാര്യങ്ങൾ, കാരണം നീണ്ട ഒരുപാട് മണിക്കൂറോളം വണ്ടിയുള്ള ഒരു യാത്ര ആയതിനാലും അത്ര ഉറക്കം ക്ഷീണം കാര്യങ്ങളൊക്കെ മറന്നേ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇന്ന് ഉറങ്ങിയിട്ട് ബാക്കി മോർണിംഗ് ടൈമിലുള്ള ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഫൈനലി ഒരു നീണ്ട ലോങ് നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഇടയിൽ ചെറിയ ചായ എല്ലാം കുടിച്ചിട്ടോ. നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് ചെറിയ ഗ്രാമത്തിൽ ഒരു ചായക്കടയിൽ കയറി നമ്മൾ ചെറിയ ചായ കുടിച്ചു. അതിനിടയിലുള്ള നമ്മൾ മോർണിംഗിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിൻഡ്മിൽ ഫാനും അതേപോലെ തന്നെ അതിനുള്ള മലകളും കാര്യങ്ങളൊക്കെ, പിന്നെ ഹൈവേ റോഡിലുള്ള ഒരു യാത്രയും ഒക്കെ ഒരു മാക്സിമം ഒരു അടിപൊളി വൈബെല്ലാം ആസ്വദിച്ച് നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ചെറിയ ഗ്രാമത്തിൽ കയറി ചായ കുടിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ചായ കുടിച്ച സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടിയ ചായൻ്റെ കപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കപ്പിലുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല, അതിനെ ചോദിക്കാൻ മറന്നുപോയി. സത്യം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു 10 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ ചായല കിട്ടും. എന്നാൽ ഇവിടെ ഈ ഒരു കർണാടക ഏരിയയിൽ ഒരു കുഞ്ഞൊരു കപ്പിലാണ് ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ കീഴെ ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ CNG എല്ലാം അടിച്ചിട്ട് നമ്മളെ വണ്ടി CNG ആണ്. അപ്പോൾ CNG എല്ലാം അടിച്ച് നമ്മളിനി ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ടൗൺ ഏരിയ കണ്ടാൽ നമുക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് കയറി നിയറസ്റ്റ് റെസ്റ്റോറൻറ്റിൽ അടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് കയറി ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയായിട്ട് കാണിക്കാം. സോ വീഡിയോ എൻ്റെ വരെ കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഇലിക്കൽ എന്ന ഒരു സ്ഥലത്താണ്. കർണാടകയിലെ ഇലിക്കൽ എന്ന പ്ലേസിലാണ് നമ്മളിപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 589 കിലോമീറ്റർ സ്ട്രെയിറ്റ് 10 hours ജേണിയാണ്. അപ്പോൾ ഇനി എവിടെയും നോൺ സ്റ്റോപ്പില്ല. കാരണം എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ട്രാവലിംഗ് ആണ്. എവിടെയും സ്റ്റോപ്പില്ലാതെ കണ്ടിന്യൂസ് ട്രാവലിംഗാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ 10 മണിക്കൂർ ഇങ്ങോട്ട് ജേണി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ എത്തുമ്പോൾ 8 മണി ആവുമെന്നറിയില്ല. ഇപ്പോൾ ഈ ഹൈവേ റോഡിൽ നിന്ന് കാണിക്കാനാണ് ബാക്കി വരുന്നത്. അപ്പോൾ നേരെ വണ്ടിയിലേക്ക്. അപ്പോൾ കാഴ്ച നമ്മളങ്ങനെ കർണാടകയിലെ ഇലിക്കൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ മസാല ദോശയും വടയും ചായയാണ്. അപ്പോൾ ഒരു അഫോർഡബിളായ റേറ്റാണ് ഇവിടെ ഈ ഒരു കമ്മത്തൻ റെസ്റ്റോറൻറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മത്തൻ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുന്നതാണ്. അധികം നല്ല എമൗണ്ട് ഒന്നും ഇല്ല. നമ്മൾ സാധാരണ നമ്മളെ കേരളം വിടുമ്പോൾ ചില റെസ്റ്റോറൻറ്റ് ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത്ര വലിയ റേറ്റുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കമ്മത്തെന്ന് പേരിട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയത് നമ്മൾ മമ്മൂക്കയുടെ ദിലീപേട്ടൻ്റെ കൂടെ സിനിമ ഉണ്ടല്ലോ, കമ്മത്തെന്ന്. ആ സിനിമയാണ് സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് പേരിട്ടപ്പോൾ ഓർമ്മ വന്നത്. എന്നാൽ ഇത് വെറും കമ്മത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരു മമ്മൂക്കയുടെ റെസ്റ്റോറൻറ്റ് എന്നാണ് തോന്നുന്നത്. എനിവേ അതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മളിനി ഇലിക്കലിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 50 കിലോമീറ്ററോളം ഇപ്പോൾ യാത്ര കഴിഞ്ഞു. ഒരുപാട്
വണ്ടിയിൽ തന്നെയുള്ള വീഡിയോ ആയതിനാൽ നമുക്ക് ചുറ്റുഭാഗം ഇറങ്ങിക്കാണ്ടുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയില്ല. കാരണം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ട അത്യാവശ്യമാണ്. കാരണം ഒരു പേഴ്സണൽ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ കാര്യത്തിനാണ് പോകുന്നത്. അത് എന്തിനാണ് പോകുന്നുള്ളത് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാരണം നാസിക്കിൽ എത്തിയതിന് ശേഷമുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുഭാഗത്തുള്ള വൈബൽ ആസ്വദിച്ചും നമ്മളങ്ങനെ ഫൈനലി മഹാരാഷ്ട്രയിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇപ്പം വെൽക്കം ടു മഹാരാഷ്ട്ര എന്നുള്ള ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളങ്ങനെ മഹാരാഷ്ട്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് യാത്ര വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഇന്ത്യയുടെ ഒരു പബ്ലിക് ഫിഗറായ ഒരു ക്രൗഡഡായുള്ള ഒരു ടൗൺഷിപ്പായ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ് ജീവിക്കുന്ന മഹാരാഷ്ട്ര മുംബൈ എന്ന നഗരത്തിലേക്ക് നമ്മളങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ നാസിക് എന്ന സ്പോട്ടിൽ നിന്നും മുംബൈ ടൗണിലേക്ക്, അതായത് താജ്മഹൽ പാലസ് എന്ന ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ഹോട്ടൽ അതേപോലെ മുംബൈ എയർപോർട്ടിലേക്കാണ്ടൊക്കെ ഏകദേശം 200 കിലോമീറ്ററോളം 7 മണിക്കൂറോളം ജേണി ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നാസിക് വരെ മാത്രമേ പോകുന്നുള്ളൂ. അതിനിടയിൽ നമ്മളെ വണ്ടിയുടെ CNG ഇപ്പോൾ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഗുണ്ടൽപേട്ടയിൽ ഗുണ്ടൽപേട്ടയിൽ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നാണ് CNG അടിച്ചത്. പിന്നെ CNG അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു നിയറസ്റ്റ് പമ്പ് കയറി CNG അടിക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിയറസ്റ്റ് പമ്പ് എന്ന് അടിച്ചുകൊണ്ടാണ് ലൊക്കേഷൻ അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്പോട്ട് പോയി നോക്കി, അവിടെ CNG ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ സ്റ്റോക്ക് തീർന്നു. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു വണ്ടി സ്റ്റോക്ക് അടിച്ച് പോയി. കാരണം എന്താ വെച്ചാൽ ഇവിടെ മഹാരാഷ്ട്രയിലെ ഒരുപാട് വണ്ടികൾ CNG കൺവേർട്ടറാണ്. കാരണം CNG വണ്ടികളാണ് ഇവിടെ. പെട്രോൾ CNG ആണ് അധികം ഉള്ളത്. അധികം സുസുക്കിൻ്റെ വണ്ടികളാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ പമ്പുകൾ ഔട്ട്ലെറ്റാണ് കുറഞ്ഞ ഇതുള്ളൂ. അതിനെ ഫുൾ ഡെവലപ്ഡ് ആയിട്ടില്ല. കാരണം എല്ലാവരും CNG ഇവിടെ വാങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പമ്പും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ ടൗൺഷിപ്പിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചുറ്റുഭാഗത്തൊരു യാത്ര. ഇപ്പോൾ ഞാനൊരു കൗതുകം കണ്ടു. ഇവിടെ ഈ ഒരു സ്ത്രീകൾ ഹെൽമെറ്റിൻ്റെ പകരം ഫുള്ളും ഷാളെല്ലാം കവർ ചെയ്തിട്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ കണ്ടോ, ഇപ്പോൾ ഒരു സ്ത്രീനെ കണ്ടോ ഫുൾ തല ഷാൾ കൊണ്ട് കവർ ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഹെൽമെറ്റിൻ്റെ പകരം ഇതാണ് തോന്നുന്നു. പിന്നെ ഒരുപാട് പേര് സിഗ്നൽ കട്ട് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ക്യാമറ നോക്കുത്തുകൾ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചുറ്റുഭാഗത്ത് വൈബൽ ആസ്വദിച്ച് നമ്മൾ നിയറസ്റ്റ് പമ്പ് അടിച്ചപ്പോൾ ഒരു പമ്പ് നമുക്ക് കൈ കിട്ടിയിട്ടുള്ള ലൊക്കേഷൻ അടിച്ചപ്പോൾ നമ്മൾ നേരെ ഞാൻ പമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പമ്പിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ചുറ്റുഭാഗത്ത് വൈബൽ ആസ്വദിച്ച് എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ ഫൈനലി അങ്ങനെ ഒരു പമ്പ് കയറി CNG അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ യാത്ര തുടങ്ങുന്നതിനിടയിൽ നമ്മളെ വണ്ടിയുടെ CNG തീർന്നു. കാരണം നമ്മളങ്ങനെ പെട്രോൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ CNG അടിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഗായ്സ് ഇവിടെ ഒരുപാട് വണ്ടികൾ ക്യൂ നിന്നിട്ടാണ് ഗായ്സ് CNG അടിക്കുന്നത്. ഞങ്ങൾ തന്നെ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ വണ്ടി CNG അടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ വണ്ടിക്ക് CNG എല്ലാം അടിച്ചതിന് ശേഷം നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ കംപ്ലീറ്റ്ലി CNG വണ്ടികളാണ് ഗായ്സ്. ഞാൻ വിചാരിച്ചേക്കാട്ടി ഒരുപാട് വണ്ടികൾ CNG വണ്ടികളാണ്. ഇവിടെ പമ്പിൽ ഒറ്റ ഔട്ട്ലെറ്റ് ആയതിനാൽ ഇവിടെ എല്ലാവർക്കും കിട്ടിയ പമ്പ് കയറിയാണ് എല്ലാവരും CNG അടിക്കുന്നത്. ഇനി നമ്മളെ ഡെസ്റ്റിനേഷൻ വെറും 4 മണിക്കൂർ 9 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ബാക്കിയാണ് കാണിക്കാം കേട്ടോ. എല്ലാവരും ഇവിടെ എൻ്റെ വരെ കാണും. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നീണ്ട 26 മണിക്കൂറോളം എന്ന് വെച്ചാൽ 1300ഓളം കിലോമീറ്ററോളം യാത്രയ്ക്ക് ശേഷം നമ്മൾ 12 മണിയായപ്പോൾ തന്നെ നാസിക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ സൺഡേ കംപ്ലീറ്റ് യാത്ര നോൺ സ്റ്റോപ്പായി ചെയ്തു. അതേപോലെ തന്നെ തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇവിടെ എത്തുന്നത്. ഇനി നമുക്ക് ചെറിയ റൂം എടുത്തിട്ട് ബാക്കിയാരെ കാണിക്കാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ നാസിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റൂം തപ്പി നടക്കുകയാണ്. കാരണം അവിടെ റൂം കണ്ടു, പക്ഷേ അവിടെ ആളുമില്ല. ഒരു പരിസരത്ത് ഓരോ ആൾക്കാർ പോലും. കാരണം സമയം ഇപ്പോൾ 1 മണി 2 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റൂം അന്വേഷിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഫ്രഷൊക്കെ ആയിട്ട്, കാരണം നീണ്ട് 28 മണിക്കൂറോളം വണ്ടിയിൽ ഓടിച്ച് നാടിന് ആപ്പാള ക്ഷീണത്തിലാണ്. ഡ്രൈവറാക്കിയാണെങ്കിൽ അതും മൂപ്പർക്കും ക്ഷീണമല്ലേ, മൂപ്പർക്കും ക്ഷീണമുണ്ട്. അങ്ങനെ പേരെന്ന് പറഞ്ഞിട്ടാണ്. മൂപ്പര് പേര് മുഹമ്മദ് കേട്ടാ.
ഇതിൻ്റെ കസിൻ ബ്രോ ഉണ്ട് കേട്ടോ അവിടെ വണ്ടി ഇരിക്കുന്നുണ്ട്. മൂപ്പരെ കാണിക്കാൻ മൂപ്പർക്ക് വീഡിയോയിൽ വരാൻ കുറച്ചത് വേറെക്കൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ കാശ് നമ്മൾ റൂമിലെത്തിയിട്ട് കാണും. അപ്പോൾ നാസിക് എന്നുള്ള വേറെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇവിടെ ഒരു പേഴ്സണൽ കാരണം ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് അടുത്ത പാർട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ബെല്ലൈക്കൺ അമർത്തുക. സോ ഗായ്സ് ഇതേപോലെ നല്ല കിടിലം കണ്ടന്റായി വീണ്ടും വരുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.